മണി 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 മണിയടി. ഈ മണിയടിച്ച് നടക്കുന്ന ആളുകളൊക്കെ സ്വീകരിക്കാൻ ഇവിടെ ആളുകളുണ്ടോ? അയ്യേ 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 കഷ്ടം എന്നല്ലാതെ വേറെ എന്താ പറയുക. ഇത് 2023 മറ്റേ കേസ് വന്നല്ലോ, സവാദ് മസ്താനി. ആ സമയത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ മാത്രമല്ല പലരും ഇവിടെ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ഈ മണി അടിച്ച് നടക്കുന്ന ആളുകളെ സ്വീകരിക്കാൻ ഇവിടെ ആളുകളുണ്ട്. ഈ സ്വീകരിക്കുന്ന ആളുകളോട് പുച്ഛം തോന്നുന്നു എന്നല്ലാതെ ഇപ്പോഴും വേറൊന്നും കൂടുതൽ എനിക്ക് പറയാനില്ല. ഈ മണി അടിച്ച് നടന്ന ചെങ്ങായിനെ അന്ന് പൊക്കി പിടിച്ചല്ലോ, ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് മാലയൊക്കെ ഇട്ട് സ്വീകരിച്ചല്ലോ. ആ ആളുകൾക്ക് ഇപ്പൊ എന്താ പറയാനുള്ളത് എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എത്രയും പെട്ടെന്ന് അവരുടെ അഭിപ്രായം സോഷ്യൽ മീഡിയയിലൂടെ ഈ അടുത്ത കാലത്ത് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് അവളുടെ പേര്? മറ്റേ മെൻസ് അസോസിയേഷന്റെ വട്ടത്തിൽ അജിത് കുമാറോ? ആ പേര് പെട്ടെന്ന് കിട്ടുന്നില്ലല്ലോ. വട്ടത്തിലല്ലല്ലോ, വട്ടിയൂർക്കാവ് അജിത് കുമാർ മെൻസ് അസോസിയേഷൻ്റെ എന്തോ ആളൊക്കെയാണ്. എന്തിനാണ് മെൻസ് അസോസിയേഷൻ പരിപാടിയൊക്കെ ആക്ച്വലി നല്ലതാ, കുഴപ്പമൊന്നുമില്ല, ആയിക്കോട്ടെ, വേണം. പക്ഷേ അസോസിയേഷൻ വേണ്ട എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ആക്ച്വലി ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, അന്ന് നടന്ന കാര്യം, 2023 നടന്ന കാര്യം, ബസ്സിലിരുന്നിട്ട് മറ്റേ മസ്താനി എന്ന് പറയുന്ന അവരുടെ അടുത്തിരുന്നിട്ട് മണി പരിപാടി കാണിച്ചല്ലോ സവാദിൽ. അവനെ സപ്പോർട്ട് ചെയ്തും പോരാ, പോയി മാലിട്ട് സ്വീകരിക്കുന്ന പരിപാടിയൊക്കെ നടത്തി വെച്ചിരിക്കുന്നു. വേറെ എന്തെങ്കിലും വേറെ വേണോ? അതാ ഞാൻ ആദ്യം പറഞ്ഞത്. ഈ മണി അടിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, സ്വീകരിക്കാൻ ആളുകളുണ്ട്, വെറുതെ സ്വീകരിക്കില്ല, മാലിട്ട് സ്വീകരിക്കാനുള്ള ആളുകളുണ്ടോ? ഗതികേട്. മണിയടി എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. മറ്റേ മാസ്ട്രുബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മഞ്ഞ കിട്ടുന്നതിൻ്റെ അകത്ത്, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അതുകൊണ്ടാണ് ഈ മണിയടി എന്നുള്ള രീതിയിൽ വളരെ ചുരുക്കത്തിൽ വളരെ സ്വീറ്റായിട്ട് പറയുന്നത്. മണി അടിക്കുന്നത് തെറ്റല്ല, പക്ഷെ മണി അടിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് റോഡിൽ ഇറങ്ങിയിട്ട് ആളുകളുടെ മുമ്പിലിരുന്ന് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ അടുത്തിരുന്ന് ചെയ്യുക, പ്രദർശിപ്പിക്കുക എന്നൊക്കെ പറയുന്ന പരിപാടി അടി കിട്ടേണ്ട കേസാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നന്നാവാനൊന്നും സാധ്യതയില്ല, പക്ഷെ എന്നാലും അടി കിട്ടേണ്ട കേസാണ്. അതിപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ആ ചങ്ങായി പെട്ടിരിക്കണം. സവാദ് ബസ്സിൽ കയറിയിട്ട് ഏതൊരു പെൺകുട്ടിയുടെ അടുത്ത് ലൈംഗിക അതിക്രമം നടത്തിയിരിക്കണം, 2ാം തവണയാണ്. അതായത് വീണ്ടും പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, അന്ന് ആ ചെക്കൻ മണിയടി പരിപാടിയിൽ പെട്ടപ്പോൾ കുറച്ച് ആളുകളുണ്ട്, എല്ലാവരും അല്ല, കുറച്ച് ആളുകൾ അവനെ പുണ്യാത്മാവാക്കി. പാവം, അയ്യോ മസ്താനി എന്താണ്, അവര് ഫെയിം ആവാൻ വേണ്ടിയിട്ട്, വിവാദമാക്കി ഫെയിം ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു രീതിയിൽ അവർ ചിത്രീകരിച്ചതാണ്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് അവരെ ചീത്ത വിളിച്ചുകൊണ്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കമന്റ് ബോക്സിലും അല്ലാതെയൊക്കെ. പിന്നെ വേറെ കുറെ ഡയലോഗ്, ഈ എന്താണ് മസ്താനിയുടെ ഡ്രസ്സിങ് അങ്ങനെ ആയതുകൊണ്ടാണ്, ഇങ്ങനെ ആയതുകൊണ്ടാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തോന്നില്ല, അങ്ങനെയൊക്കെ ചെയ്തു പോവില്ലേ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ വിടലുകൾ വേറെ. അത്തരത്തിൽ ചിന്താഗതിയുള്ള വിടലത്തിൻ്റെകളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പെണ്ണുങ്ങളുടെ വസ്ത്രം കണ്ടിട്ട് ഇവിടെ മണി പെട്ടെന്ന് പൊങ്ങുന്നുണ്ട്. അങ്ങനെ പൊങ്ങലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പൊങ്ങുന്ന സമയത്ത് അവരുടെ മുമ്പിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ അടുത്ത് തന്നെ ഇരുന്നിട്ട് മണി അടിക്കാനൊക്കെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നോർമലല്ല കുട്ടി. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നോർമലാണെന്ന് വിചാരിക്കരുത്. അങ്ങനെയുള്ള ആളുകളെ തന്നെ സപ്പോർട്ട് ചെയ്ത് സ്വയം വില കളയാനും നാണം കളയാനും നിൽക്കരുത്. അതൊരു പ്രശ്നമാണ്. അടി കിട്ടുന്ന കേസ്. അത് രോഗമാണോ മാങ്ങാണ്ടിയാണോ എന്ന് എനിക്ക് ആക്ച്വലി അറിയില്ല. രോഗമാണെങ്കിൽ ചികിത്സിക്കണം. അത് ബസ്സിലും കാട്ടിലും അല്ലെങ്കിൽ ലോറിയിലും ട്രെയിനിലും ഒന്നും അല്ല അതിൻ്റെ ചികിത്സ നടക്കുന്നത്. അത് ചികിത്സിക്കേണ്ട കൊടുത്ത് പോയി ചികിത്സിക്കണം. അപ്പോൾ ഈ രോഗം ഉണ്ടോ ഇല്ലെന്നുള്ള അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് നാട്ടുകാർ കേൾക്കേണ്ട കാര്യമില്ല. അത് നാട്ടുകാർ അത് നമ്മുടെ രോഗം അനുഭവിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ ആക്ച്വലി പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായേ? ഇത് വീണ്ടും ഹാപ്പൻ ചെയ്തിരിക്കുകയാണ്. ഇനിയും പോവോ? 2ാം തവണയാണെന്നും വിട്ടിട്ടുണ്ട് പണി പറ്റിച്ചിട്ട്. ഇനി വീണ്ടും വട്ടിയൂർ അജിത് ടീമൊക്കെ കൂടിയിട്ട് ഇറങ്ങിയിട്ട് മാലയൊക്കെ ഇട്ടിട്ട് നീ 2ാം തവണയും തെളിയിച്ചിരിക്കുന്നു കഴിവ്, അന്ന് മണിയടി ഇന്ന് വേറൊരു അതിക്രമം, കമാൻ എന്ന് പറഞ്ഞു വരുമോ? ഇല്ല, ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. ഇപ്പൊ തന്നെ ജഡ്ജ് ചെയ്യുന്നില്ല. എന്നാലും ഞാൻ പറയാണ്, അങ്ങനെ വരരുത്, വില കളയരുത്. വില പോയി. അന്ന് പോയി മാലയിട്ട് സ്വീകരിച്ചപ്പോഴേ വട്ടിയൂർ അജിത്തിന്റെ ആണെങ്കിലും ഈ മെൻസ് അസോസിയേഷൻ്റെ ആണെങ്കിൽ വില പോവാൻ ഇനി ബാക്കിയൊന്നുമില്ല. ഇനി വീണ്ടും ഇല്ലാത്ത വില കളയാൻ വേണ്ടിയിട്ട് വീണ്ടും ഇറങ്ങരുത്. 2ാം തവണ ആൾ പെട്ടിട്ട് വീണ്ടും മാലിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോരുത്. കുറച്ച് റോ ആയിട്ടാണ് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഓർഡറോ തേങ്ങാക്കോലയൊന്നും ആക്ച്വലി ഇല്ല. പണ്ട് ഞാൻ ഇങ്ങനെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ വീണ്ടും ഈ ഒരു വിഷയത്തിലേക്ക് വന്ന സമയത്ത് ഈ ഒരു രീതിയിൽ സംസാരിച്ചു എന്ന് മാത്രം. അതായത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതൊന്നും നില തുടങ്ങിയ സംഭവമൊന്നുമല്ല. പണ്ട് തൊട്ടേ ഇത്തരത്തിലുള്ള ആളുകളുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പണ്ട് തൊട്ടേ അന്നും സംഭവിക്കുന്നു, ഇന്നും സംഭവിക്കുന്നു, ഇനി ഭാവിയിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഓർക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത്. ഇതൊന്നും
തടയാൻ വേണ്ടി പറ്റുന്നില്ലേ? എന്താണ് ഇതിനൊന്നൊരു തീരുമാനം ഉണ്ടാവാത്തെന്നുള്ളതാണ്. 2023-ലുണ്ടായ സവാദ് മസ്താനി വിഷയത്തിൽ മസ്താനിയുടെ കേസ് എന്തായി എന്നുള്ളത് ഐ ഡോണ്ട് നോ. അതിന് വല്ല പുതിയ അപ്ഡേറ്റ് ഉണ്ടോ? എന്താ സ്ഥിതി? നത്തിങ്, ഐ ഡോണ്ട് നോ. അന്ന് ആ പണി പറ്റിച്ച് പോയവന് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പൊ ഇവനെതിരെ ആക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടേ? ഇനി രോഗമാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് വരരുത്. രോഗം വന്ന് എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, രോഗം ഉണ്ടെങ്കിൽ ഇത് 2ാം തവണ ഈ പണി പറ്റിച്ചത് നാട്ടുകാരിത് അനുഭവിക്കേണ്ട കാര്യമില്ല. അന്നേ രോഗത്തിന് ചികിത്സ തേടണമായിരുന്നു. ഇത് വീണ്ടും കടന്നിട്ട് കൊറോണ അടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കണം. ഇത് പലയിടത്തും ഉണ്ടോ? ഇതിപ്പോ ഞാൻ മാത്രമല്ല, ഇവിടെ യൂട്യൂബിൽ കണ്ടന്റ് ചെയ്യുന്ന പലരും ഇതേപോലത്തെ സമാനമായ വിഷയത്തെ കുറിച്ചിട്ട് പലതവണ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു കിഴവൻ ട്രെയിനിൽ വെച്ചിട്ട് ഈ പണി പറ്റിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അയാൾ മുണ്ടൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുക, സുഖമായിട്ട്. ഉള്ളിൽ ചട്ടിയൊന്നും ഇട്ടിട്ടുണ്ടാവില്ല, മുണ്ടൊക്കെ കൊടുത്തിട്ട് വന്നിട്ടിരിക്കുക. അപ്പോൾ മുമ്പിലത്തെ സ്ത്രീയാണെന്ന് തോന്നുന്നു അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കിളവൻ എന്താ പണി പറ്റിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് നടക്കുന്നുണ്ട്. കഷ്ടമല്ലാതെ എന്ത് പറയാനാണ്? പിന്നെ ഇതൊക്കെ പലതും പുറത്തേക്ക് അറിയുന്നത് പലരും ഷൂട്ട് ചെയ്യുന്നത് കൊണ്ടും വെളിയിലേക്ക് വിടുന്നത് കൊണ്ടും ഒക്കെയാണ്. അതേ നമ്മൾ അറിയുന്നുള്ളൂ. ഇത് വെളിയിലേക്ക് വിടാത്ത എന്തോരോ സാഹചര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ടാവും. നമ്മൾ ഇന്ത്യയിലും കേരളത്തിലൊക്കെയാണല്ലോ, അതുകൊണ്ട് കേരളം എന്ന് പറഞ്ഞത് മാത്രം. ഇവിടെ എന്തോരം നടക്കുന്നുണ്ടാവും പല ഇടങ്ങളിലായിട്ട്. ബസ്സിൽ, ട്രെയിനിൽ, എന്താ പറയുക, മേ ബി സ്കൂൾ, കോളേജ്, വേറെവർ, ബസ് സ്റ്റാൻഡ്, മുക്ക് മൂല, എവ്രിവെയർ ഗ്രോപ്പിംഗ് കൈൻഡ് ഓഫ് തിങ്സ് ഹാപ്പൻസ്. സ്ത്രീകൾ മാത്രം അനുഭവിക്കുന്നതല്ല പറയണം. സ്ത്രീകളായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ, ഓരോ ദിവസങ്ങളിലും എത്ര പേര് ഏതൊക്കെ തരത്തിൽ ഇത് എക്സ്പീരിയൻസ് ഉണ്ടാവും. എല്ലാവരും റിയാക്ട് ചെയ്യില്ല, പലർക്കും പേടിയുണ്ടാവും. എങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ പലരും പേടിയും, സ്റ്റക്കായി പോവും, ട്രോമറ്റൈസ്ഡ് ആവും, പുറത്തേക്ക് ഇറങ്ങാൻ ഭയക്കും. അത്തരത്തിലുള്ള സാഹചര്യം പലർക്കും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഭയപ്പെടുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അവരിത് റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനുശേഷം അവർ പുറത്തേക്ക് പറയാനോ നിൽക്കാത്ത ആളുകൾ ആക്ച്വലി ഉണ്ട്. പലതും അറിയാതെ പോകുന്നു. തെണ്ടികളാണ്. ഞാൻ ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ 2023 ചെയ്ത വീഡിയോന്റെ അകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ലൈൻ പാസിൽ യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. നമുക്കും കൂട്ടുകാരൊക്കെ ഉണ്ട്, പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ ലൈൻ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഇങ്ങനെ ഒരു സംഭവം ആക്ച്വലി ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ ഈ ഫ്ലാഷിങ് പരിപാടി അങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മുടെ കൂട്ടത്തിലുള്ളൊരു പെൺകുട്ടി ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അവരുടെ തൊട്ട് പുറകിലത്തെ ഒരു സീറ്റിലായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്, സീറ്റിന്റെ സൈഡിലായിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ആടുക. ഒരാൾ ആടുമ്പോൾ എന്താണ്, മുമ്പത്തെ ഒരാളെ മുട്ടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പുറകിലേക്ക് പോകാൻ വേണ്ടി നോക്കും. ഇവൻ അതൊന്നും നോക്കൂല. ഇത് കമ്പി പിടിച്ചിട്ട് ഇത് ആടുമ്പോൾ കൂടുതൽ ഈ ഓൾറെഡി ഓർഗാനിക് ആയിട്ടൊരു ആട്ടുണ്ട്, ബസ് കുലുങ്ങുമ്പോഴും ബ്രേക്ക് ഇടുമ്പോഴും ഒക്കെ. ഇവൻ അതൊന്നും എക്സ്ട്രാ ആയിട്ട് പോയി ഇങ്ങനെ പോയി തട്ടുക, കൈൻ്റെ അവിടെ പോയിട്ട് ഇങ്ങനെ ഇതാക്കുക. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമ്മളിത് ഒരുപാട് നമ്മളെ നോട്ട് ചെയ്ത് ഒരുപാട്, അതായത് ഇത് ഒരുപാട് ഇങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യണം ഇങ്ങനെ കുറേ നേരം നോക്കിയിട്ട് സംഗതി പന്തി വഷളാവുന്നു എന്നുള്ളൊരു സാഹചര്യം വന്ന സമയത്ത് നമ്മളത് വേറൊരു രീതിയിൽ കൈകാര്യം ചെയ്തു. അത് വലിയ പ്രശ്നമാക്കുക അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അവനെ ഹാൻഡിൽ ചെയ്യേണ്ട രീതിയിൽ. അപ്പം ഇത് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിക്ക് ഉണ്ടായ ഒരു കാര്യമാണ്. അത് എന്ത് കാര്യമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് പണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതായതുകൊണ്ടും നമുക്ക് വളരെ വേണ്ടപ്പെട്ടുള്ള ആൾക്ക് സംഭവിച്ചൊരു വിഷയമായതുകൊണ്ടും അന്ന് വളരെ ദേഷ്യം വന്നു. ഇന്നും അതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള പാട്ടി തേണ്ടി ചേട്ടകൾ ആക്ച്വലി ഉണ്ട്. ഈ പലയിടത്തും കയറി തൊലിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അത്ര വികാരം മുട്ടി പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റാത്ത ഊളകളുണ്ട്. ഞാൻ വീണ്ടും പറയുന്നത്, ചികിത്സയുണ്ടെങ്കിൽ ചികിത്സിക്കണം. പോയിട്ട് രോഗം ഉണ്ടെങ്കിൽ ചികിത്സിക്കണം, ആശുപത്രി പോയിട്ട് ചികിത്സിക്കണം. റോഡിലേക്കും അല്ലെങ്കിൽ കണ്ട വണ്ടിയിലും കിണ്ടിയിലും ഒക്കെ കയറിയിട്ട് കണ്ട ആണുങ്ങളുടെയും
കുണ്ടിയിലും കിണ്ടിയിലും കയറിയിട്ട് പിടിക്കാനും തോണ്ടാനും പുടുങ്ങാനും അല്ല നിൽക്കേണ്ടത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടും. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടും. അടി കിട്ടിയിട്ട് രോഗിയെ തല്ലിയെന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. വീണ്ടും പറയാണ്, അങ്ങനെ അടി കിട്ടുന്ന സമയത്ത് അയ്യോ രോഗിയെ തല്ലിയെന്ന് പറഞ്ഞിട്ട് അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെയുള്ള തൊലിഞ്ഞ പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ കൃത്യമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആളുകളുടെ മുമ്പിൽ ഇപ്പം നമ്മുടെയൊക്കെ മുമ്പിൽ തന്നെ വന്നൊന്ന് ആ രീതിയിലുള്ള പണിയൊക്കെ കാണിച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വിടൂല, പിടിച്ചടിക്കും. പിന്നെ കിടന്ന് കരഞ്ഞു മോങ്ങിയിട്ടൊന്നും കുടുകുടുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സോ അത് സ്വയം ഇത്തരത്തിലുള്ള പണി ഇറക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ ചിന്തിക്കുക, ഇത്രയേ പറയുന്നുള്ളൂ. പിന്നെ ഈ നിയമപരമായിട്ട് ഉള്ള കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ അബൌട്ട് ദ ലീഗൽ സ്റ്റഫ്സ് ആൻഡ് ഓൾ, ബട്ട് സ്റ്റിൽ റൈറ്റ് നൗ ഐ എം ടോക്കിംഗ്. ഈ ചാനൽ തുടങ്ങിയിട്ട് 3-4 കൊല്ലമായി. ഈ 3-4 കൊല്ലത്തിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യമായിട്ടൊന്നുമല്ല സംഭവിക്കുന്നത്, പലപ്പോഴായിട്ട് സംഭവിക്കുന്നുണ്ട്. സോ ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ അഗെയിൻ. അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹാപ്പൻ ചെയ്യാതെ ഇരിക്കാനുള്ള സാഹചര്യങ്ങൾ ആക്ച്വലി ഇവിടെ ഉണ്ടാവണം. അത് പ്രാക്ടിക്കലി എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ബട്ട് ഞാൻ ദുബായിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്, പഠിച്ചിട്ടുള്ള ഒരാളാണ്. അവിടെയൊക്കെ ബസ്സിൽ ഈ ഡ്രൈവർ സീറ്റിൻ്റെ നേരെ മുകളിലായിട്ട് ക്യാമറയുണ്ട്. അവിടുന്നുള്ള ആ ക്യാമറയിൽ ഏറ്റവും പുറകിലുള്ള സീറ്റ് വരെ വിസിബിൾ ആയിരിക്കും പല കാര്യങ്ങളും. ഇങ്ങനെയുള്ള വല്ല കൊണ്ടാൻ വേണ്ടി വൃത്തികെട്ട പണി കാണിക്കുന്ന സമയത്ത് ഇത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇത് ഒരു പരിധി വരെയൊക്കെ അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഇവിടെ ബസ്സുകളിൽ വരുവാണെങ്കിൽ ഐ ഡോണ്ട് നോ പ്രാക്ടിക്കലി ഹൗ മച്ച് ഇറ്റ് ഈസ് പോസിബിൾ. പക്ഷെ അത് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റുന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊക്കെ വരട്ടെ. പിന്നെ ഈ പണി കാണിക്കുന്ന ആളുകളെ ലീഗലി ഡീൽ ചെയ്യണം. ആക്ച്വലി അത് ലീഗൽ സൈഡിൽ നിന്ന് അത്തരത്തിലുള്ള സാഹചര്യം ആക്ച്വലി ഉണ്ടാവണം. ഇവർക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി ആക്ച്വലി ഉണ്ടാവണം. അത് ഏത് രീതിയിലാണെങ്കിലും. രോഗമാണെങ്കിൽ ചികിത്സ അത് നടക്കണം. ചികിത്സ നടക്കേണ്ടത് ഹോസ്പിറ്റലാണ്, വീണ്ടും ബസ്സിൽ കയറിയിട്ട് ഈ കാട്ടവരാതം കാണിച്ചിട്ടല്ല. അപ്പോൾ ചികിത്സ ഒരു സൈഡിൽ നടക്കണം. അങ്ങനെയാണെങ്കിൽ അതല്ല ആമപ്രാന്ത് മൂത്തിട്ടാണെന്നുണ്ടെങ്കിൽ അത് ലീഗലി അതിന് വേണ്ട നടപടി ആക്ച്വലി ഉണ്ടാവണം. ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഈ അവകാശം വെച്ചിട്ടാണ് പലരും അവനവൻ്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്, അതായത് അവനവൻ്റെ ജോലി, പഠിത്തം, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് റോഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഹ്യൂമൻ സേഫ്റ്റി എന്ന് പറഞ്ഞ സാധനം വേണ്ടേ? കൊലപാതകങ്ങൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഇപ്പം ഇത് ഈ വാണാടിയെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് ഇതിനെ കുറിച്ചിട്ട് പറയണമെന്ന് മാത്രം. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് കണ്ണിൽ കണ്ടവൻ്റെ എന്താ പറയുക, തോണ്ടലും പിടിക്കലും മുക്കലും മാന്തലും ഞെക്കലും കൂടെ ഇരുന്ന് അടിയും പരിപാടിയൊക്കെ ഇത് ഇവിടെ മനുഷ്യന്മാർക്ക് അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ പ്രൈവസി ഓഫ് എ ഹ്യൂമൻ. ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ സേഫ്റ്റി ഓഫ് എ ഹ്യൂമൻ. അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഉപദ്രവമാണത്. ഇത് ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള സാഹചര്യം വേണം. അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കെതിരെ നടപടി വേണം. അത് ഏത് രീതിയിലെങ്കിലും അങ്ങനെ അത് വരണം. അത് വരട്ടെ. നമുക്ക് വരട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ, വരണം എന്നേ പറയാൻ പറ്റുള്ളൂ. വന്നേ പറ്റൂ എന്നുള്ളത് നിയമപരമായിട്ട് തീരുമാനം ആവേണ്ട കാര്യങ്ങളാണ്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. സംഗതി ശരിയാണ്. ഈ ബസ്സിലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ നോണ്ടലും പിടിക്കലൊക്കെ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അടുത്തിരുന്നിട്ട് ആരെങ്കിലും വന്നിട്ട് മണിയടിയോ പരിപാടിയൊക്കെ കാണിക്കുന്ന സമയത്ത് പേടിച്ചു പോകുന്ന ആളുകളുണ്ട്. എല്ലാവരും ധൈര്യശാലികളൊന്നുമല്ല, എല്ലാവരും റിയാക്ട് ചെയ്യാൻ ധൈര്യമുള്ളവർ ഗട്സുള്ളവരൊന്നുമല്ല. പേടിച്ചു പോകുന്ന ആളുകളുണ്ട്. ട്രോമറ്റൈസ്ഡ് ആയി പോവും. ഉറക്കം കിട്ടാത്ത അവസ്ഥ, ചിലപ്പോൾ അത് ഫ്യൂച്ചറിനെ വരെ ബാധിക്കുന്ന ലെവലിലുള്ള ട്രോമ, അങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്ന ആളുകളുണ്ട്. എനിക്ക് ഈ വീഡിയോയിലൂടെ എല്ലാവരോടും പറയാനുള്ളത് ബി പ്രിപ്പയർഡ്. നമ്മുടെ നാടാണ്. ഇവിടെ പലതരത്തിലുള്ള പൊലിഞ്ഞ വൃത്തികെട്ടന്മാർ ആക്ച്വലി ഉണ്ട്. വെറുതെ തല്ലാനും കൊല്ലാനും നടക്കുന്ന ആളുകളുണ്ട്, കാവകളയ്ക്ക് നടക്കുന്ന ആളുകളുണ്ട്, വെറുതെ തോണ്ടാനും പിടിക്കാനും മണി കാണിക്കാനും നടക്കുന്ന ആളുകളുണ്ട്. സോ ഇത് പ്രിപ്പയർ ആയിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. സോ പ്രിപ്പയർ ആയിരിക്കുക എന്നേ പറയാനുള്ളൂ. ആരും രാവിലെ എണീച്ചിട്ട് എനിക്കിങ്ങനെ സംഭവിക്കും എന്ന് വിചാരിച്ചിട്ടല്ല ആരും ബസ്സിലും ട്രെയിനിലും ഒന്നും എവിടെയും യാത്ര ചെയ്യുന്നതും ഒന്നും. അങ്ങനെ ചെയ്യണം, അങ്ങനെ പ്രിപ്പയർഡ് ആവണം, അതായത് അങ്ങനെ എല്ലാ ദിവസവും ചിന്തിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അകത്ത് ഇത് വയ്ക്കുക, സംഭവിച്ചേക്കാം. ആ രീതിയിൽ പ്രിപ്പയർഡ് ആവാനാണ് പറയുന്നത്. എന്നിട്ട് ഇത്തരത്തിലുള്ള സാഹചര്യം അവനവന് ഉണ്ടാകുന്ന സമയത്ത് റെഡി ആവുക റിയാക്ട് ചെയ്യാൻ. അത് വീഡിയോ ഷൂട്ട് ചെയ്യണം നിർബന്ധമായിട്ടും. വീഡിയോ ഷൂട്ട് ചെയ്യുക, 2 കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കുക. ഞാൻ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ബട്ട് ഒരാൾ തന്നെയാണ് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, മനസ്സിലായ?
സവാദിന്റെ ചെയ്തവരാണ്. അയാൾ അന്ന് 2023 ചെയ്തിട്ട് അന്നും ഒരുപാട് ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഇയാൾ ആദ്യമല്ല, പലർക്കും അയാളെ കൊണ്ട് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അന്ന് തൊട്ടേ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അയാളെ അന്ന് സപ്പോർട്ട് ചെയ്യാൻ ആളുകളായതുകൊണ്ട് അതൊരു സൈഡിലുള്ള ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു സൈഡിൽ കൂടെ അതങ്ങ് പോയി. 2025 വീണ്ടും അയാളുമായി ബന്ധപ്പെട്ട കേസ് ആക്ച്വലി വന്നല്ലോ. അപ്പം ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഹാപ്പൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിനെ എന്താ പറയുക കാണിച്ചു തരുന്നത് നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഇയാളിൽ നിന്നല്ല ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും വന്നു കഴിഞ്ഞാൽ ബ്രേവ് ആവുക, പേടിയില്ലാതെ റിയാക്ട് ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്യുക, പരമാവധി ഇവരെയൊക്കെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നാറ്റിക്കുക എന്നുള്ളതേ ഉള്ളൂ. നടൻ കൊടുക്കുക എന്ന് ഞാൻ പറയുന്നില്ല, കൊടുക്കാൻ തോന്നും അത്തരത്തിലുള്ള പണിയാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, രോഗമാണെങ്കിൽ ചികിത്സ വേണമെന്നുള്ളത് ഓക്കെ, പക്ഷെ അത് നാട്ടുകാർ ഇവന്മാരുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തിനെ എന്താ പറയുക ഡീൽ ചെയ്യേണ്ട ആവശ്യമില്ല, അതായത് ഇത്തരത്തിലുള്ള പ്രവൃത്തി അനുഭവിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, മറ്റേ മസ്താനയുടെ 2023 വിഷയം വന്ന സമയത്ത് ആ കണ്ടക്ടർ അവരെ വല്ലാണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ ഓർക്കുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ബട്ട് അപ്പോഴും മറ്റ് പാസഞ്ചേഴ്സ് എത്രത്തോളം റിയാക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ പലരും ഒറ്റപ്പെട്ട് പോകുന്നുണ്ട് ഇങ്ങനെ അനുഭവം. ഇപ്പം ഞാനൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്ന സമയത്ത് ഞാനത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ആളുകൾ മിണ്ടാതിരിക്കും. അത് മിണ്ടാതിരിക്കുന്നത് ഒരു വല്ലാത്ത ഗതികെട്ട അവസ്ഥയാണ്, ഈ വിക്ടിമിൻ്റെ വല്ലാത്തൊരവസ്ഥയാണത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ആക്ച്വലി ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അത് ട്രെയിനിൽ ഒരു കിഴവൻ ഒരു പെൺകുട്ടി റൂമിൽ ഇരുന്നിട്ട് ഈ പരിപാടി ഒപ്പിച്ച സമയത്താണെങ്കിലും സെയിം തിങ് ഹാപ്പൻ. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അവിടെ വായിൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആരും ഒന്ന് റിയാക്ട് ചെയ്യുക, ഈ പണി കാണിക്കുന്നതിൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പോവുക, അയാളെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, നത്തിങ്, നോബഡി. എന്താ പറയുക, ആ സമയത്ത് ഒന്നും റിയാക്ട് ചെയ്യുക ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ആ ഇൻസിഡൻറ്റ് എത്ര പേർക്ക് അറിയുന്നുള്ളത് എനിക്കറിയില്ല, ബട്ട് അത് ഞാൻ വീഡിയോ പാട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് കൂടെ ട്രാവൽ ചെയ്യുന്ന ആളുകളുടെ ഭാഗത്തുനിന്നും ഒരു സപ്പോർട്ട് വരാത്ത സാഹചര്യം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എക്സാമ്പിൾസ് ഉള്ളതുകൊണ്ട് തന്നെ പലരും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകിച്ച് പേടിയുള്ള ആളുകൾ റിയാക്ട് ചെയ്യാനും നിൽക്കില്ല, കാരണം ആളുകൾ നമ്മളെ ബ്ലെയിം ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇതൊക്കെ തന്നെയാണ് സൊസൈറ്റിയും റിയാക്ട് ചെയ്യുന്നതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. മസ്താനയുടെ കേസിൽ തന്നെ 2023 ഉണ്ടായ സംഭവം തന്നെ ഇതിൽ തന്നെ അവരെ ആൾക്കാർ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു പലരും. നിന്റെ അഹങ്കാരം, നീ ഫെയിമാവാൻ വേണ്ടിയിട്ട് നിന്റെ ഡ്രസ്സ്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മെക്കെട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു ആക്ച്വലി ചെയ്തത്. എന്ത് മനുഷ്യർ പലവിധം. ഇത്രേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. വീണ്ടും ഞാൻ പറയണു, ഇപ്പം എൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ പറയാം. ഞാനൊരു ആൺകുട്ടിയാണ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ വായ നോക്കാറുണ്ട്. വായ നോക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കി ഒരാളെ ബുദ്ധിമുട്ടിച്ച് വൃത്തികെട്ട ലെവലൊക്കെ നോക്കി ഓക്വേർഡായിട്ടൊക്കെ നോക്കി അവരെ ഡിസ്റ്റർബ് ചെയ്ത് അവരെ അങ്ങനെ ഞാൻ ചെയ്യാറില്ല. ഞാൻ നോക്കും, നല്ല ഭംഗിയുള്ളൊരു കുട്ടി, വിട്ടു പിന്നെ അവരുടെ പുറകെ പോകാനും അവരിങ്ങനെ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുക. നോ, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ആവശ്യമില്ല പുറകെ പോകേണ്ടത്. ആകർഷണമൊക്കെ നമുക്ക് ആക്ച്വലി തോന്നും. പക്ഷെ അങ്ങനെ ആകർഷണം തോന്നുന്ന സമയത്തും എനിക്ക് എന്താ പറയുക, എൻ്റെ സാമാനം ഉണ്ടല്ലോ, അവിടെ പ്രത്യേകിച്ച് ആ സമയത്ത് അനക്കോ അല്ലെങ്കിൽ അവിടെ അങ്ങനെ ആയിട്ട് വലിയ പ്രശ്നങ്ങളോ ഉണ്ടാവില്ല. എനിക്കൊന്നല്ല, ഈ പറഞ്ഞ കാമപ്രാന്ത് മൂക്കാത്ത ഒക്കെ ഒരു എന്താണ് സ്ഥലകാല ബോധവും വിവരവും ഉള്ള ആളുകൾക്ക് ഈ വക പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഈ സ്ഥലകാല ബോധവും വിവരവും ഇല്ലാതെ ഈ കാമപ്രാന്ത് മൂത്ത് നിൽക്കുന്ന ആളുകൾക്ക് മറ്റേ കോലുമ്പിൽ ചുരിദാറോ സാരിയോ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മതി, അപ്പം കയറി അങ്ങ് പൊങ്ങി. അതാണ് പറയുന്നത്. അപ്പം ആകർഷണം ഉണ്ടാവും, പലരോടും ആകർഷണം തോന്നും, ഒരു അപ്പീലൊക്കെ നമുക്ക് മേ ബി തോന്നുമായിരിക്കും. ബട്ട് നിൽക്കുക അവിടെ കയറി നമ്മൾ കെട്ടിപ്പിടിക്കാനും ഉപയോഗിക്കാനും നിങ്ങൾ ചെയ്യുമോ? അങ്ങനെ വല്ലവരും കണ്ട ശരി. നിങ്ങൾ ഈ പറഞ്ഞ മസ്താനിനെ പലരും കുറ്റം പറഞ്ഞല്ലോ, ഈ ഉടുപ്പിൻ്റെ പേരും പറഞ്ഞിട്ട്. നിങ്ങളുടെ മുമ്പിൽ അവർ വസ്ത്രം ധരിക്കുന്ന പോലെ ഒരാൾ വസ്ത്രം ധരിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ കയറി പിടിക്കുമോ? അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നിങ്ങൾ ഫ്ലാഷ് ചെയ്യുമോ? അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നിങ്ങൾ സിബ് ഊരിയിട്ട് ഇങ്ങനെ അറിയാണ്ട വല്ല പണി ഒപ്പിക്കാൻ വേണ്ടി നോക്കുമോ? അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കുമോ? നിങ്ങൾ നോക്കില്ലല്ലോ. അഥവാ നിങ്ങൾക്ക് അങ്ങനെ നോക്കാനുള്ള പ്രവണത ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ go and see some psychiatrist and take some little counseling, bro.
ഞാൻ പറഞ്ഞില്ല, ഞാനത് ജനറലൈസ് ചെയ്ത് പറയുന്നൊന്നുമല്ല. എല്ലാം ഇപ്പം പെണ്ണുങ്ങൾക്ക് മാത്രം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവണമെന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ ആൺകുട്ടികൾക്കും അത്തരത്തിലുണ്ടാവുന്നുണ്ട്. അത് മൈനേഴ്സിനായിക്കോട്ടെ, മേജറായിട്ടുള്ള ആളുകൾക്കായിക്കോട്ടെ, ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ എൻ്റെ മാമനൊക്കെ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവർ പണ്ട് സിനിമയ്ക്കൊക്കെ പോകുന്ന സമയത്ത്, അന്തക്കാലത്തെ സിനിമയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഈ അടുത്തൊക്കെ ചില ആളുകൾ വന്നിരിക്കുന്ന സമയത്ത് ഈ തൊടയിലൊക്കെ കയറി പിടിക്കുക, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ മാമനൊക്കെ കുറച്ച് വില്ലാളി വീരനൊക്കെ ആയതുകൊണ്ട് പുള്ളി എന്താണ് പിടിയും പരിപാടികളൊക്കെ പിടിച്ചത് മാത്രമേ അവന് ഓർമ്മയുണ്ടാവുള്ളൂ. അതവന് പിന്നെ എന്ത് പറ്റിയെന്നൊക്കെ ഉള്ളത് പിന്നെ ചരിത്രമാണ്. അതൊക്കെ എന്താണ് എൻ്റെ കുടുംബത്തിൽ പാട്ടായിട്ടുള്ളൊരു സംഭവമാണ്. അന്ന് വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ എൻ്റെ കുടുംബത്തിൽ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പണ്ടേ നടക്കുന്ന പരിപാടികളാണ്. അപ്പോൾ മൈനറായിട്ടുള്ള ആളുകൾക്കും വലിയ മുതിർന്ന 18 മുകളിലുള്ള ആണുങ്ങൾക്കൊക്കെ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പ്രിപ്പയർ ആവുക, പരമാവധി റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ധൈര്യം സംഭരിക്കുക, കൺസേൺഡ് ആവുക, പ്രൂഫ്സ് ശേഖരിക്കുക, ഷൂട്ട് ചെയ്യുക, കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുക. നമ്മളെ കൊണ്ട് അതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുക അല്ലേ? ഇതൊക്കെയാണ് നമ്മളെ കൊണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യം വന്നാൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ബാക്കിയൊക്കെ നിയമം നോക്കണം. നിയമം സാധ്യതകൾ, സാഹചര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാവണം കുറച്ചും കൂടി മെച്ചപ്പെടുന്ന രീതിയിൽ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.